നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇഗ്നുവിൽ ഏതൊരു കോഴ്സിന് ജോയിൻ ചെയ്താലും നിങ്ങൾ നിർബന്ധമായും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. അതായത് അക്കാഡമിക്കലി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട 2 കടമ്പകൾ, അല്ലെങ്കിൽ നിങ്ങൾ തരണം ചെയ്യേണ്ട 2 കടമ്പകൾ ഏതൊക്കെയാണ്? ഒന്ന് ടേം ആൻഡ് എക്സാമിനേഷൻ ആണ്. 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ നിർബന്ധമായും ആ എക്സാം എഴുതി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി ആയാലും പി ജി ആയാലും മറ്റേതൊരു കോഴ്സ് ആയാലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അക്കാഡമിക് റിക്വയർമെന്റ് ആണ് നിങ്ങളുടെ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. ടേം ആൻഡ് എക്സാമിനേഷനിൽ നല്ലപോലെ പഠിച്ച് നല്ല സ്കോർ വാങ്ങുന്നവർക്കും പലപ്പോഴും അസൈൻമെന്റ് എന്നുള്ളൊരു കടമ്പയിൽ, അല്ലെ അസൈൻമെന്റ് എന്നുള്ളൊരു കാര്യം വരുമ്പോൾ പലപ്പോഴും പല ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെങ്കിലും അനുഭവപ്പെടാറുമുണ്ട്. എങ്ങനെ നല്ല രീതിയിൽ അസൈൻമെന്റിൽ സ്കോർ ചെയ്യാം എന്നുള്ള കാര്യത്തിലും പലപ്പോഴും ഒരു ചെറിയ രീതിയിലെങ്കിലും കൺഫ്യൂഷൻ വരാറുണ്ട്. സോ ഈ ഒരു വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരു മികച്ച അസൈൻമെന്റ് എങ്ങനെ തയ്യാറാക്കാം, അസൈൻമെന്റിന്റെ ഗൈഡ് ലൈൻസിനെ പറ്റി നമ്മൾ വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അസൈൻമെന്റ് നിങ്ങൾ എഴുതണമെന്ന് ചിന്തിക്കുമ്പോൾ തൊട്ടുള്ള അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇഗ്നു അസൈൻമെന്റ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എന്തായാലും ഈ വീഡിയോ മൊത്തം കാണുക. നിങ്ങൾക്ക് എന്തായാലും വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു കോണ്ടന്റ്. നമുക്ക് അസൈൻമെന്റ്സിനെ ഒന്ന് ശരിക്ക് പരിചയപ്പെട്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ TMA എന്ന് വളരെ ചുരുക്കി വിളിക്കുന്ന ഈ അസൈൻമെന്റ്സിനെ പറ്റിയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞ ശേഷം എങ്ങനെ മികച്ച അസൈൻമെന്റ് എഴുതാം എന്നുള്ള ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോളട്ടെ, നിങ്ങൾ വളരെ സമയമെടുത്ത്, വളരെ എഫേർട്ട് എടുത്ത് നിങ്ങൾ എഴുതുന്ന ടേം ആൻഡ് എക്സാമിനേഷൻ, അത് ഞാൻ പറഞ്ഞു 6 മാസം കൂടുമ്പോഴായാലും ഒരു വർഷം കൂടുമ്പോഴായാലും നിങ്ങൾ എഴുതി കിട്ടുന്ന നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ കോഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 70%. ബാക്കി 30% മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ അസൈൻമെന്റ്സിൽ നിന്ന് മാത്രം വരുന്നതാണ്. അപ്പൊ 30% എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നല്ലൊരു സ്കോർ നേടാനും സാധിക്കും. പോരാത്തതിന് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, അത് എഴുതുന്നതിനായിട്ട് ആവശ്യത്തിലേറെ സമയവും ലഭിക്കുന്നുണ്ട്. ഒന്ന് കുറച്ച് കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ തന്നെ വളരെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിലും നല്ല സ്കോറിലേക്ക് നിങ്ങളുടെ ടോട്ടൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴുള്ള പെർസെന്റേജ് ഒക്കെ തന്നെ വളരെ ഹൈ ആയിട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റുന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ 30%-ഓളം വെയിറ്റേജ് വരുന്ന നിങ്ങളുടെ TMA, ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എങ്ങനെ മികച്ച രീതിയിൽ എഴുതാം എന്നുള്ളത് നമ്മൾ വഴിയെ കാണുന്നതായിരിക്കും. അതിനു മുമ്പേ പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. മാർക്ക് ബേസിസിൽ മാത്രമല്ല, അതല്ല, നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യണമെങ്കിൽ തന്നെയും നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളൊരു നിർബന്ധവുമുണ്ട്. ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാത് സബ്ജക്ട്സിലെ, അല്ലെ അതാത് കോഴ്സുകളിലെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. മൂന്നാമതൊരു കാര്യം എന്നുള്ളത്, നിങ്ങൾ ഈ അസൈൻമെന്റ്സ് എഴുതുന്നതിലൂടെ നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ ഒന്നുകൂടെ പ്രിപ്പയർ ആവുന്നു. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അസൈൻമെന്റ്സ് പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ നല്ല മാർക്ക് വാങ്ങിച്ചു തരാൻ ഈ അസൈൻമെന്റ്സ് ഹെൽപ്പ് ചെയ്യുമെന്ന് ചുരുക്കം. അപ്പൊ ഇത്രയും ഒക്കെയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ അസൈൻമെന്റിന് ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ. ചില്ലറക്കാരനല്ല, വളരെ സമയമെടുത്ത് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. എന്നാൽ സിമ്പിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഒരു പരീക്ഷയാണെങ്കിലും അസൈൻമെന്റ് ആണെങ്കിലും ഇഗ്നു കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പം ഏതൊരു അസൈൻമെന്റ് ആണെങ്കിലും ആ ഒരു ഗൈഡ് ലൈൻസ് അനുസരിച്ച് വേണം നിങ്ങൾ അസൈൻമെന്റ് തയ്യാറാക്കാൻ. അതിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം.
ഇഗ്നോ ഇൻസ്ട്രക്ഷൻസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ അസൈൻമെന്റ്സിന്റെ കേസിൽ ആദ്യമേ പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് A4-ലാണ് നിങ്ങൾ അസൈൻമെന്റ്സ് എഴുതേണ്ടത്. ഇനി അതല്ലെങ്കിൽ ഫുൾ സ്കാപ്പ് പേപ്പറിൽ നിങ്ങൾക്ക് എഴുതാൻ വരയിട്ട പേപ്പറായിട്ട് തന്നെ അതിനെ കണക്കാക്കാം, പക്ഷെ കട്ടിയുള്ള പേപ്പർ ആയിരിക്കും. അപ്പം A4 ആണ് എല്ലാവർക്കും വളരെ കോമൺ ആയി ലഭിക്കുന്ന ഒരു കാര്യം. A4-ൽ എഴുതിയിട്ടുള്ള അസൈൻമെന്റ്സ് അവർ സ്വീകരിക്കുന്നതായിരിക്കും. ഇതല്ലാതെ A4-ഉം അതുപോലെ ഫുൾ സ്കാപ്പ് പേപ്പറും അല്ലാതെ വേറെ ഏത് പേപ്പറിൽ എഴുതിയാലും റീജിയണൽ സെന്ററും അതുപോലെ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സ്റ്റഡി സെന്ററും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം കൃത്യമായിട്ട് ഇഗ്നോ പറയുന്നുണ്ട് A4-ൽ തന്നെയാണ് അസൈൻമെന്റ് എഴുതേണ്ടത് എന്നുള്ളൊരു കാര്യം. രണ്ടാമത്തത്, പലർക്കും തോന്നുന്നുണ്ടാവാം ഇത് എഴുതേണ്ട ആവശ്യമുണ്ടോ, പ്രിന്റ് എടുത്ത് കൊടുത്താൽ പോരെ എന്നുള്ളത്. ഇനിയിപ്പോ നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത കണ്ടന്റ് ആണെങ്കിൽ പോലും അത് പ്രിന്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റഡി സെന്റർ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല, ഇഗ്നോ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല. ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെ നിങ്ങൾ കൈകൊണ്ട് എഴുതിയിട്ടുള്ള കോപ്പി A4-ൽ നിങ്ങളുടെ കൈപ്പടയിൽ എഴുതിയിട്ടുള്ള കോപ്പി മാത്രമേ ഇഗ്നോ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പൊ ഇത് രണ്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നിങ്ങൾ ഒരുപാട് സമയം എടുത്ത് മറ്റൊരു പേപ്പറിലോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടെല്ലാം തന്നെ ആ ഡോക്യുമെന്റ് ഉണ്ടാക്കിയാലും ഇഗ്നോയിന് അത് സ്വീകരിക്കാൻ നിർവാഹമില്ല. എഴുതിയ A4-ലെ ഒരു അസൈൻമെന്റ് മാത്രമേ ഇഗ്നോ സ്വീകരിക്കുകയുള്ളൂ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൃത്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇഗ്നോ തരാറുണ്ട് അസൈൻമെന്റ്സ് എഴുതുന്നതിനായിട്ട്. അപ്പൊ അതിൽ വ്യത്യസ്ത മാർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതായത് 10 ചോദ്യം ഉണ്ടെങ്കിൽ ആദ്യത്തെ 4 ചോദ്യത്തിന് ചിലപ്പോൾ 15 മാർക്കോ 20 മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങളായിരിക്കാം. അത് കഴിഞ്ഞ് വരുന്ന ചോദ്യങ്ങൾക്ക് മാർക്ക് കുറയുകയും കൂടുകയും ഒക്കെ തന്നെ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പൊ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം, മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഒന്നാമത്തെ ചോദ്യത്തിന് 1 രണ്ടാമത്തെ ചോദ്യത്തിന് 2 പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും കമ്പൽസറി ആയതുകൊണ്ട് തന്നെ ആ ചോദ്യ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന അത്രയും ചോദ്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇല്ല. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസിനും കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾ A4-ൽ സ്വന്തം കൈപ്പടയിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം അതിന്റെ ഒരു കോപ്പി എടുത്തു വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എഴുതി തയ്യാറാക്കിയ അസൈൻമെന്റിന്റെ ഒരു കോപ്പി എപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ടാവണം. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അങ്ങനെയൊന്നും സംഭവിക്കാറില്ല, പേടിക്കേണ്ടതില്ല. എന്നിരുന്നാലും പിന്നെ മറ്റൊരു അതിന് ഒരു ഇമോഷണൽ വാല്യൂ കൂടെ ഉണ്ട്. നിങ്ങൾ ഇത്രയും സമയമെടുത്ത് ഇത്ര എഫേർട്ട് എടുത്ത് തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്, ഒരു അസൈൻമെന്റ് ആണ്. പലരും ഒരുപാട് കാലത്തെ ബ്രേക്കിനൊക്കെ തന്നെ ശേഷം ലേൺ വൈസിലൊക്കെ നോക്കുകയാണെങ്കിൽ പല ഏജ് ഗ്രൂപ്പിലുള്ളവര്, പല പ്രൊഫഷൻ എന്നുള്ളവരാണ് ഈ കോഴ്സുകളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് ശേഷം അക്കാഡമിക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്നും സൂക്ഷിക്കാനുള്ള നിങ്ങളുടെ ഈ ഒരു ജേർണിയുടെ ഒരു ബാക്കി പത്രം എന്നുള്ളത് ഈ ഒരു അസൈൻമെന്റ് ഒക്കെ തന്നെ ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിലും അക്കാഡമിക്കലി നോക്കുകയാണെങ്കിൽ ഇനിയിപ്പം ഒരു പ്രൂഫ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിലും എല്ലാം തന്നെ ഒരു കോപ്പി എടുത്ത് വെക്കുന്നത് എന്തായാലും ബെനിഫിഷ്യൽ ആണ്. അതുകൊണ്ട് അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്ത് അതിന് കവർ പേജ് വെച്ച ശേഷം എന്തായാലും ഒരു കോപ്പി എടുത്ത് കയ്യിൽ വെച്ചേക്കുക. എപ്പോഴെങ്കിലും ആയിട്ട് നിങ്ങൾക്കത് ആവശ്യം വന്നേക്കാം. അസൈൻമെന്റ് എഴുതി കഴിഞ്ഞ ശേഷം ഒരു കവർ പേജ് വെക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ ഈ കവർ പേജ് എന്നുള്ളത് നിങ്ങൾക്ക് ഇഗ്നോയിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഫയൽ അല്ലെ ആ ഒരു ഡോക്യുമെന്റ് പ്രിന്റ് ഔട്ട് എടുക്കുക. എടുത്ത ശേഷം നിങ്ങളുടെ കംപ്ലീറ്റ് ആയ അസൈൻമെന്റിന്റെ ഏറ്റവും ഫ്രണ്ടിൽ അത് പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. അത് പ്ലേസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിൽ ഫില്ല് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പേര് ഫില്ല് ചെയ്യണം, എൻറോൾമെന്റ് നമ്പർ ഫില്ല് ചെയ്യണം, കോഴ്സിന്റെ ഡീറ്റെയിൽസ്, പേപ്പറിന്റെ ടൈറ്റിൽ, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഏതാണ്, റീജിയണൽ സെന്റർ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ക്രീനിൽ. ഈ കാണുന്ന കവർ പേജ് ആണ് നിങ്ങൾ നിങ്ങളുടെ ഓരോ അസൈൻമെന്റിന്റെ മുന്നിൽ വെക്കേണ്ടതും. ആൻഡ് ഇതിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഫില്ല് ചെയ്തിട്ടും ഉണ്ടാവണം. ഇവിടെ ഇവാലുവേഷൻ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്യുമെന്റ് പൊതുവെ സ്റ്റഡി സെന്റേഴ്സ് സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റഡി സെന്റേഴ്സ് അറ്റാച്ച് ചെയ്യാൻ പറയാറുണ്ട്. ഈ കാണുന്നതാണ് ആ ഇവാലുവേഷൻ ഷീറ്റ്. അപ്പം നമ്മുടെ കവർ പേജിന് മുന്നേ ആയിട്ടാണ് മിക്കപ്പോഴും ഇവാലുവേഷൻ ഷീറ്റ് സ്റ്റഡി സെന്റേഴ്സ് നമ്മളോടത് ആഡ് ചെയ്യാൻ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റഡി സെന്ററുമായിട്ട് ബന്ധപ്പെടുക, ഇവാലുവേഷൻ ഷീറ്റ് അറ്റാച്ച് ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു കാര്യം അവരിലൂടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി ഈ കാണുന്നതാണ് നമ്മുടെ കവർ പേജ്. ഈ കവർ പേജിൻ്റെ കാര്യത്തിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. മറ്റൊന്നുമല്ല, ചില സ്റ്റഡി സെൻറ്റേഴ്സിൻ്റെ കവർ പേജ് കുറച്ചുകൂടെ കസ്റ്റമൈസ്ഡ് ഒക്കെയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പ്രധാനപ്പെട്ട സ്റ്റഡി സെൻറ്ററിലെ കവർ പേജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സ്റ്റഡി സെൻറ്ററിലെ പ്രധാനപ്പെട്ട ഇവാലുവേഷൻ അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഷീറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ അതാത് സ്റ്റഡി സെൻറ്റേഴ്സിൽ ചോദിച്ച് ക്ലിയർ ചെയ്യുന്നതാണ് ബെറ്റർ. പിന്നെ അസസ്മെൻറ്റ് ഷീറ്റും അതുപോലെ ഇവാലുവേഷൻ ഷീറ്റും ഒന്നും തന്നെ നമ്മുടെ അസൈൻമെൻറ്റിനോടൊപ്പം ആഡ് ചെയ്യണ്ട എന്ന് പറയുന്ന സ്റ്റഡി സെൻറ്റേഴ്സുമുണ്ട്.
അപ്പോൾ അത് കൃത്യമായിട്ട് സ്റ്റഡി സെൻറ്റേഴ്സ് പറയുന്ന അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. ബിക്കോസ് ഓരോ സ്റ്റഡി സെൻറ്റേഴ്സും ഓരോ രീതിയിലാണ് അവരുടെ അസൈൻമെൻറ്റ്സ് തയ്യാറാക്കാൻ സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ ലേണേഴ്സിനോട് പറയാറുള്ളത്. ഇനി അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 ചെറിയ കാര്യങ്ങൾ കൂടെ ഉണ്ട്. അത് പലരും ഓൾറെഡി നോട്ട് ചെയ്തിട്ടും ഉണ്ടാവാം. നിങ്ങൾക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ അതിൽ കൃത്യമായിട്ടുള്ള മാർക്കും അതിനോടൊപ്പം തന്നെ വേർഡ് ലിമിറ്റും കൊടുത്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ 15 മാർക്കിന്റെ ഒരു ചോദ്യത്തിന് 500 വേർഡ്സ് എന്നുള്ള ലിമിറ്റ് പൊതുവെ കൊടുക്കാറുണ്ട്. അത് ഇനി സബ്ജക്ട് അനുസരിച്ചൊക്കെ തന്നെ മാറിയേക്കാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം. അപ്പൊ ഈ 15 മാർക്കിന്റെ ചോദ്യത്തിന് 500 വേർഡ്സ് എഴുതുന്ന സാഹചര്യത്തിൽ 5 മാർക്കിന്റെ ചോദ്യത്തിന് ഒരിക്കലും നമുക്ക് ഒരു 200 വേർഡ്സിൽ കൂടുതലൊന്നും ഉത്തരം എഴുതേണ്ടതായിട്ട് വരാറില്ല. ഇനി ഇത് ഓൾറെഡി കോമൺ സെൻസ് ആണെങ്കിൽ പോലും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. നമ്മൾക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു ചോദ്യം 5 മാർക്കിന് ചോദിച്ചെന്ന് കരുതിയിട്ട് വേണ്ട വേർഡ്സിലധികം, ഇപ്പൊ 200 വാക്കിലധികം അവിടെ എഴുതേണ്ടതായിട്ടില്ല. അതേ സ്ഥാനത്ത് മറ്റൊരു കാര്യം കൂടെ നോക്കേണ്ടത്, ഈ തന്നിരിക്കുന്ന 15 അല്ലെങ്കിൽ 10 മാർക്കിന്റെ ചോദ്യത്തെക്കാൾ കൂടുതൽ ഉത്തരം ഒരിക്കലും അതിൽ കുറഞ്ഞ മാർക്കിൽ വരുന്ന ചോദ്യങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. 5 മാർക്കിന്റെ ചോദ്യത്തിനേക്കാളും കൂടുതൽ ഉണ്ടായിരിക്കണം 10 മാർക്കിന്റെ ഉത്തരം. 10 മാർക്കിന്റെ ചോദ്യത്തിനേക്കാളും കൂടുതൽ നിങ്ങൾ 15 മാർക്കിന്റെ ചോദ്യത്തിന് എഴുതിയിരിക്കണം. അങ്ങനെ ആണെങ്കിലാണ് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടെ മാർക്കിനനുസരിച്ച് എഴുതുക. അതുപോലെ വേർഡ് ലിമിറ്റിന് ഏകദേശം അടുത്തായിട്ട്, ഇപ്പൊ കുറച്ച് 100 വാക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടാവാതിരിക്കട്ടെ. 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 550 600 എത്തിയാലും ഒന്നും തന്നെ കുഴപ്പമില്ല. മിനിമം 500 നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം എന്നുള്ളൊരു കാര്യം ചിന്തിക്കുക. പിന്നെ എണ്ണി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു വരി എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് 7 വേർഡ്സ് വരുമായിരിക്കും ഒരു വരിയിൽ, ചിലർക്ക് 8 വേർഡ്സ് വരുമായിരിക്കും, ചിലർക്ക് 10 വേർഡ്സ് വരുമായിരിക്കും. അപ്പൊ ഏകദേശം അതിന്റെ ഒരു അളവ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അധികമായിട്ട് എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ തന്നെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത് ഓർത്ത് നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ടതില്ല. കുറയാതെ നോക്കുക പരമാവധി. കൂടുന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് കൂടാതിരിക്കുന്നിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ വരാനില്ല. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ലേൺവൈസിന്റെ ഈ ഒരു പ്രധാന വീഡിയോയിൽ നമ്മൾ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസൈൻമെന്റ് എഴുതുന്നതിനെ പറ്റി ചിന്തിക്കുന്നത് മുതലുള്ള കാര്യങ്ങളാണെന്ന്. അപ്പൊ എങ്ങനെ ചിന്തിച്ച് തുടങ്ങാം, അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആദ്യമായി പറയട്ടെ, അസൈൻമെന്റ് എഴുതുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും മേജർ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ അഥവാ SLM തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള SLMൽ തന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളിലെ പ്രസക്ത ഭാഗങ്ങൾ, അല്ലെ അതിന് ഉത്തരമായിട്ട് വരുന്ന പ്രസക്ത ഭാഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ഉത്തരം എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അസൈൻമെന്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു ബേസിക് ഗ്രൗണ്ട് വർക്ക്. SLMൽ കയറുക, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഏരിയാസ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ആ ഭാഗങ്ങൾ കണ്ടെത്തിയാൽ തന്നെ ഒരുവിധം ആൻസറുകളൊക്കെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. പക്ഷെ ചിലപ്പോൾ ആ മെറ്റീരിയൽ മാത്രം മതിയാവാതെ വരും. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ലൈബ്രറിയിൽ നിന്ന് മറ്റ് ബുക്കുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉത്തരത്തിന് ആവശ്യമായിട്ടുള്ള റെഫറൻസ് മെറ്റീരിയൽസ് ഒരു ലൈബ്രറിയിൽ നിന്ന് എടുക്കാം. അതല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ബുക്സ് ത്രൂ അല്ലെ ആർട്ടിക്കിൾസ് ത്രൂവും നിങ്ങളുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. SLM വായിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, SLM വായിക്കുന്നതിനോട് കൂടെ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു പോർഷനിലെ നോട്ട് കൂടെ തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ നോട്ട് തയ്യാറാക്കുകയാണെങ്കിൽ പിന്നീട് അസൈൻമെന്റ് എഴുതുമ്പോൾ അത് വളരെ ടൈമും സേവ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബൃഹത്തായിട്ട് അതിനെ പറ്റി എഴുതാനും സാധിക്കും. ഇനി നിങ്ങൾ തയ്യാറാക്കിയ ആ നോട്ടുകൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ എക്സാമിനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഇതിന്റെ കൂടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, എന്തായാലും പറയേണ്ടുന്ന ഒന്നാണ്, നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും അതുപോലെ മറ്റ് റെഫറൻസ് മെറ്റീരിയൽസും എല്ലാം യൂസ് ചെയ്യാമെന്ന് പറയുമ്പോഴും ദയവായി അതിൽ നിന്ന് അതേപോലെ കോപ്പി അടിച്ച് നിങ്ങളുടെ അസൈൻമെന്റിലേക്ക് ഇടാതിരിക്കുക. രാജ്യത്തെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നുവിലെ നിങ്ങളുടെ പേപ്പർ ചെക്ക് ചെയ്യുന്ന ഫാക്കൽറ്റീസിനെല്ലാം തന്നെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ്. അതുകൊണ്ട് പരമാവധി കോപ്പി അടി, അതുപോലെ ഇതിന് പ്ലേജിയാരിസം എന്ന് പറയും, പ്ലേജിയാരിസം ഒഴിവാക്കുക. കാരണം അത് പിടിച്ചു കഴിഞ്ഞാൽ അസൈൻമെന്റ് അവർ കണക്കാക്കുന്നതായിരിക്കില്ല. നിങ്ങൾ വീണ്ടും അസൈൻമെന്റ് എഴുതേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും. എനിക്കറിയാം, ലേൺവൈസിലെ ലേണേഴ്സ് എല്ലാവരും അവരവരുടെ തന്നെ അസൈൻമെന്റ്സ് എഴുതാറാണ് പതിവ്. അതുകൊണ്ടാണ് നല്ല സ്കോർ ലഭിക്കാറുള്ളത്. മറ്റൊന്നും നല്ല കാര്യം, അവനവന്റെ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലായുള്ള കാര്യങ്ങൾ ആ മനസ്സിലായ രീതിയിൽ തന്നെ അസൈൻമെന്റിലേക്ക് പകർത്തിയാൽ മതിയാവും. അതല്ലാതെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ബുക്കുകളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ എഴുതുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും തന്നെ ഇല്ല. ആ ഐഡിയ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായുള്ള രീതിയിൽ നിങ്ങൾ എഴുതി വെച്ചാൽ തന്നെ അതൊരു നല്ല അസൈൻമെന്റ് ആയി, അത് നിങ്ങളുടെ അസൈൻമെന്റ് ആയി. അപ്പൊ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പം അസൈൻമെന്റ് എങ്ങനെ എഴുതണം എന്നുള്ള ഒരു ധാരണ നമുക്ക് കിട്ടി.
എവിടുന്ന് ഉത്തരം എടുക്കണം എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടി. നോട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ മുന്നിലുള്ളത് ഈ ആൻസർ അസൈൻമെന്റിലേക്ക് എഴുതി പിടിപ്പിക്കുക എന്നുള്ളതാണ്. നോട്ടിൽ നിന്ന് അസൈൻമെന്റിലേക്ക് വരുമ്പോൾ ഏതൊരു ഉത്തരവും പോലെ തന്നെ നമ്മുടെ ഇഗ്നോ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിന്റെ ആൻസറിനും കൃത്യമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി വേണം, കൺക്ലൂഷൻ വേണം. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക, ആ ചോദ്യത്തിലുള്ള കീ കോൺസെപ്റ്റ്സ്, അതിൽ പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. അത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇൻട്രൊഡക്ഷൻ ആയി. പിന്നെ രണ്ടാമത് വരുന്നത് ബോഡിയാണ്. അപ്പൊ ബോഡിയിലാണ് നിങ്ങളുടെ മെയിൻ പോയിന്റ്സ് ഒക്കെ വരുന്നത്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ടുള്ള കണ്ടന്റ് മൊത്തം വരാൻ പോകുന്നത് പ്രധാനമായിട്ടും ബോഡിയിലാണ്. അങ്ങനെ ഈ ബോഡിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത് വരുന്നതാണ് കൺക്ലൂഷൻ. നിങ്ങൾ ഈ എഴുതിയിരിക്കുന്ന ഇൻട്രൊഡക്ഷന്റെയും അതുപോലെ തന്നെ ബോഡിയുടെയും ഒരു സമ്മറിയാണ് കൺക്ലൂഷനിൽ വരിക. ആ സമ്മറിയോട് കൂടി നമ്മുടെ ഉത്തരം അവിടെ അവസാനിക്കുകയും ചെയ്യും. ഇനി ഇൻട്രൊഡക്ഷൻ ആയാലും ബോഡി ആയാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എഴുതുന്ന കാര്യങ്ങൾക്ക് ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നു. അതിനുശേഷം 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് എന്ന് പറയുന്നു. അതിനിടയിലൂടെ മറ്റ് സ്വാതന്ത്ര്യത്തിന് മുന്നേയുള്ള കാര്യങ്ങൾ പറയുന്നത് ഒരു ഓർഡറിലാണോ എന്ന് ചിന്തിച്ചാൽ നമുക്ക് തന്നെ അറിയാം, ഒരു ഓർഡറിലല്ല. അതേ സ്ഥാനത്ത് നമ്മൾ തിരിച്ചു പറയുകയാണ്, 1930 ഇന്ന കാര്യം നടന്നു, 42 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഈ ഒരു ഓർഡർ എന്നുള്ളത് ഒരു ആൻസർ വായിക്കുന്ന അല്ലെങ്കിൽ ഒരു കാര്യം വായിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു എഴുതിയിരിക്കുന്ന കാര്യത്തെ പറ്റിയുള്ള ഏറ്റവും ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കുന്ന ഒന്നാണ്. എന്തെങ്ങനെ സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു എന്നുള്ളതിന് കൃത്യമായുള്ള ഒരു ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരം വളരെ അടിപൊളിയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കൃത്യമായിട്ടുള്ള ഹെഡിങ്സും അതിന് ആവശ്യമായുള്ള സബ് ഹെഡിങ്സും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ആവുമ്പോഴാണ് ഒരു കാര്യം, ഇപ്പം സ്വാതന്ത്ര്യ സമരം എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ വ്യത്യസ്ത പീരീഡുകൾ അല്ലെ വ്യത്യസ്ത വ്യക്തികളെ പറ്റിയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ആ വ്യക്തികളുടെ പേര് സബ് ഹെഡിങ് ആയിട്ട് വരും. അതുപോലെ ഏതൊരു അസൈൻമെന്റ് ചോദ്യം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനകത്ത് ഹെഡിങ്സും സബ് ഹെഡിങ്സുമായിട്ട് എഴുതാനുള്ള ഉത്തരങ്ങൾ തന്നെയാണ് മിക്കപ്പോഴും ഉണ്ടാവുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാണുന്നവർക്ക് അത് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കുകയും അതിലൂടെ കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. ഇനി പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഓരോരുത്തരുടെയും അസൈൻമെന്റ് നിങ്ങൾ പരമാവധി സിമ്പിൾ ആക്കുക. സിമ്പിൾ എന്ന് പറയുമ്പം ഒരുപാട് നെടുനീളം സെന്റൻസുകളുടെ ഒന്നും തന്നെ ആവശ്യമില്ല. ഒരു വരി, രണ്ട് വരി, ഇനി മാക്സിമം ആ രണ്ടാമത്തെ വരിയിൽ തീരാത്തത് ഒരു മൂന്നാമത്തെ വരിയിലേക്ക് കൂടെ ആക്കി എഴുതുക എന്നതിലുപരി ഒരു പാരഗ്രാഫ് മൊത്തമായിട്ടൊന്നും തന്നെ ഒരിക്കലും ഒരു ഉത്തരത്തിന് എഴുതാതിരിക്കുക. അത് ഇഗ്നോ അസൈൻമെന്റ്സ് ആയിക്കൊള്ളട്ടെ, മറ്റേതൊരു പരീക്ഷ ആയിക്കൊള്ളട്ടെ, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എഴുതുമ്പോൾ ഒരു വരിയിലോ രണ്ട് വരിയിലോ ആയിട്ട് ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് പറയാനുള്ള കാര്യങ്ങൾ മറ്റൊരു വരിയിലായിട്ട് എഴുതുന്നത് നിങ്ങളെ പറ്റിയുള്ള ഇംപ്രഷൻ എന്തായാലും നിങ്ങളുടെ അസൈൻമെന്റ് നോക്കുന്ന ഫാക്കൽറ്റിക്ക് കിട്ടും. ഞാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാം തന്നെ ഉദാഹരണങ്ങൾ പറഞ്ഞത് വെറുതെ അല്ല. നമ്മൾക്കൊരു കാര്യം ചുമ്മാ പറഞ്ഞു പോകുമ്പോഴും ഒരു ഉദാഹരണത്തോടെ പറയുമ്പോഴും കൂടുതൽ മനസ്സിലാവാൻ സാധ്യതയുള്ളത് ഉദാഹരണം സഹിതം പറയുമ്പോഴാണ്. അതും പ്രത്യേകിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത്രയും എളുപ്പം. അപ്പം അസൈൻമെന്റിൽ നിങ്ങൾ ഓരോ ഉത്തരം എഴുതുമ്പോഴും അതിൽ പരമാവധി എക്സാമ്പിൾസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്ന ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ, ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും അതിൽ വരച്ചു വെക്കാവുന്നതാണ്. അതെല്ലാം തന്നെ നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റിന്റെ ഒരു പ്രസന്റേഷനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ്. അപ്പൊ നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ അത്യാവശ്യം നല്ല ചിത്രങ്ങളൊക്കെ നിങ്ങൾ വരച്ചിട്ടുണ്ട്, അതിൽ അത്യാവശ്യം ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പൊതുവെ ഒരു ഇഗ്നോ അസൈൻമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർക്ക് കൂട്ടുന്നതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. പക്ഷെ അത് എന്നിരുന്നാൽ പോലും ഒരു നോർമൽ അസൈൻമെന്റ് പോലെ നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ. ഇനി ആ നോർമൽ അസൈൻമെന്റിനെ എങ്ങനെ കുറച്ചുകൂടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അല്ലെ കുറെ കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു അസൈൻമെന്റ് ആക്കാമെന്നുള്ളതിനുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എഴുതുന്ന നിങ്ങളുടെ അസൈൻമെന്റിലെ ഓരോ ഉത്തരവും നിങ്ങളുടേത് തന്നെയാണ്, അല്ലെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലാണ് എഴുതുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. ഒറിജിനാലിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് ഇഗ്നോ അസൈൻമെന്റ്സിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്ന എല്ലാം വായിച്ച ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ അസൈൻമെന്റ്സിലേക്ക് എഴുതേണ്ടത് എന്നുള്ളത്. ആ ഒറിജിനാലിറ്റി എന്തായാലും ഇഗ്നോ അസൈൻമെന്റ് ഇവാലുവേഷന്റെ സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഒരു റിവാർഡ് എന്തായാലും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എഴുതുന്ന കാര്യത്തിൽ ക്ലാരിറ്റി വേണം. വായിക്കുന്ന ആൾക്ക് ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഉറപ്പിച്ചാൽ നന്നാവും. ഇനി അതിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്
നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഒരു നീറ്റ്നെസ്, ഓവറോൾ ഒരു ടൈഡിനെസ് എന്നുള്ളത്. ഒരു അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് അത് എത്രത്തോളം പ്രസന്റബിൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം പ്രസന്റബിൾ ആക്കുക. സ്കൂളുകളിലൊക്കെ തന്നെ വ്യത്യസ്ത തരം അസൈൻമെന്റ് ചെയ്തവരായിരിക്കും എല്ലാവരും തന്നെ. ലേൺവൈസിലെ ലേണേഴ്സ് ആണെങ്കിലും അസൈൻമെന്റ്സ് എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ പ്രസന്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഓരോ അസൈൻമെന്റ്സും ചെയ്തു വന്നിട്ടുള്ളത്. ഒരാൾ പോലും കോപ്പി ചെയ്യാനോ അതുപോലെ അങ്ങ് എഴുതി തീർക്കാം എന്നുള്ള രീതിയിലോ അസൈൻമെന്റ്സ് അപ്രോച്ച് ചെയ്യാതിരിക്കുക. സ്വന്തമായിട്ടുള്ള അതായത് പറഞ്ഞ ഒറിജിനാലിറ്റിക്കും അതുപോലെ പേപ്പറിന്റെ അല്ലെ അസൈൻമെന്റിന്റെ നീറ്റ്നെസ്സും എല്ലാം തന്നെ ഇഗ്നോ അസൈൻമെന്റ്സിലേക്ക് വരുമ്പോൾ അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ കൂടെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് നിങ്ങളുടെ കൈയക്ഷരം എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും വൃത്തിക്ക് എഴുതാൻ സാധിക്കും, വൃത്തിക്ക് എഴുതാൻ സാധിക്കാത്ത ആരുമില്ല. പക്ഷെ വേഗത്തിൽ എഴുതുന്ന സമയത്താണ് മിക്കപ്പോഴും കൈയക്ഷരത്തിന് പലപ്പോഴായിട്ടെങ്കിലും ഒരു അത്ര വൃത്തിയില്ലാത്ത സാഹചര്യത്തിലേക്കൊക്കെ തന്നെ വരിക. പക്ഷെ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇഷ്ടംപോലെ സമയം എടുത്തുകൊണ്ട് നല്ല വൃത്തിയിൽ തന്നെ അസൈൻമെന്റ്സ് എഴുതാൻ ശ്രമിക്കുക. അതിന്റെ ഗുണം എന്തെന്നാൽ, ഒന്ന്, നിങ്ങളുടെ പേപ്പർ നിങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നീറ്റ് ആയിരിക്കും. പിന്നെ അതിൽ ഒരു പുള്ളി അല്ലെ ഒരു കുത്തോ ഒന്നും തന്നെ വേറെ എവിടെയും വരാനുണ്ടാവില്ല, അത്രയും കാര്യമായിട്ടാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ. രണ്ടാമത്തെ കാര്യം, കൈയക്ഷരം നന്നാവുന്ന അസൈൻമെന്റ് ആൻസർ സ്ക്രിപ്റ്റുകൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവാലുവേഷൻ സ്ക്രിപ്റ്റ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല, എങ്ങനെ മനസ്സിലാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ലേൺവൈസിലെ ലേണേഴ്സിനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ കോപ്പി എടുത്ത് വെച്ചിരിക്കുന്ന ഇവാലുവേഷൻ സ്ക്രിപ്റ്റ്സിൽ അത്രയും മനോഹരമായിട്ട് അസൈൻമെന്റ്സ് ചെയ്തവർക്ക് അസൈൻമെന്റിന്റെ മാർക്ക് വരുന്ന സമയത്ത് കൂടിയ മാർക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അസൈൻമെന്റ്സ് എല്ലാം വളരെ നീറ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങളുടെ ബെസ്റ്റ് ഹാൻഡ് റൈറ്റിംഗിലാണ് നിങ്ങൾ ഓരോ അസൈൻമെന്റിന്റെ ആൻസറും എഴുതിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഉറപ്പുവരുത്തുക. ഇനി ഇവിടെ വൃത്തി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് അത്രയും നല്ലതാവണം എന്ന് പറയുമ്പോൾ നിങ്ങൾ കാലിഗ്രഫിക്ക് പോയി അല്ലെങ്കിൽ അത്രയും ഭംഗിയാക്കി എഴുതുക എന്നതിലുപരി വായിക്കുന്ന ആൾക്ക് ഒറ്റ വായനയിൽ തന്നെ ഓരോ വാക്കും മനസ്സിലാവുന്ന രീതിയിൽ എഴുതുക എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. വായിക്കുന്ന ആൾക്ക് അത് എത്ര എളുപ്പമാക്കാൻ പറ്റുമോ അത് എളുപ്പമാവുന്ന അനുസരിച്ച് നിങ്ങളുടെ സ്കോർ കൂടിക്കൊണ്ടേയിരിക്കും. പരമാവധി ഒരു മാർജിൻ ഒക്കെ വരച്ചിട്ട് തന്നെ നിങ്ങളുടെ ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കുക. അതിന്റെ കൂടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന പെൻ. ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ, ഇതിൽ ഏതെങ്കിലും ഒരു പെൻ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു കളർ പെൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ മൊത്തം അസൈൻമെന്റും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു പേജ് ബ്ലൂയിലാണെങ്കിൽ ആ അസൈൻമെന്റ് തന്നെ മൊത്തത്തിൽ ബ്ലൂയിൽ എഴുതാൻ ശ്രമിക്കുക. ബ്ലാക്കിലാണെങ്കിൽ മൊത്തം അസൈൻമെന്റ് ബ്ലാക്കിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എഴുതുന്ന സമയത്ത് വളരെ കൺജസ്റ്റഡ് ആയിട്ട്, അതായത് ഒരു തിയേറ്ററിലെല്ലാം ആളിരിക്കുന്ന പോലെ പരമാവധി എഴുതാതിരിക്കുക. കുറച്ച് ഗ്യാപ്പ് ഇരുന്നോട്ടെ. അങ്ങനെയാണെങ്കിൽ വായിക്കുന്നവർക്കും കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാവും, പോരാത്തതിന് കാണാനും നല്ല വൃത്തി ഉണ്ടാവും. സോ എഴുതുന്നതെല്ലാം കുറച്ച് ഇപ്പം 1-2 പേജ് അധികം വന്നാലും കുഴപ്പമില്ല. എന്നിരുന്നാലും പേപ്പർ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കാണാനും സാധിക്കും. അതിനോടൊപ്പം തന്നെ വായിക്കുന്നവർക്ക് ഒരു മടുപ്പൊട്ട് ഉണ്ടാവുകയുമില്ല. സോ എഴുതുമ്പം കൺജസ്റ്റഡ് ആവരുത്, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കണം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അസൈൻമെന്റിൽ എഴുതുന്നതിനോടൊപ്പം തന്നെ അത് ഏറ്റവും ബെസ്റ്റ് രീതി പ്രസന്റ് ചെയ്യുക എന്നുള്ളതും ഒരു അസൈൻമെന്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവുന്ന രീതിയിൽ ആ ഒരു പേപ്പർ പ്രസന്റബിൾ ആക്കാൻ ശ്രമിക്കുക. പ്രസന്റബിൾ ആക്കുക എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ഇതിനോട് അധികമായിട്ട് അല്ലെ ഇതിലധികമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കീ പോയിന്റ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെയിം പെൻ യൂസ് ചെയ്തിട്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു സെയിം കളർ പെൻ യൂസ് ചെയ്തിട്ട് തന്നെ അണ്ടർലൈൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ആവുമ്പോൾ ആ കീ പോയിന്റ്സും ഇവാലുവേറ്ററിന്റെ കണ്ണിൽ പെടും. ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ വിട്ടുകളയാൻ പാടില്ല. എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യണം. ഒന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും സമയമുണ്ട്, നിങ്ങൾക്ക് എഴുതുന്നതിനായിട്ട് ആവശ്യത്തിലേറെ സമയം ലഭിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ചേ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ പോലും ആ അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. കാരണം എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്കോർ 0ആണ്. പക്ഷെ അതിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിന് ഒരു സ്കോർ ലഭിക്കുക തന്നെ ചെയ്യും. സോ ഒരു ആൻസർ പോലും അസൈൻമെന്റിലേക്ക് വരുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എല്ലാ ചോദ്യങ്ങളും കമ്പൽസറി ആണ്. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം കൂടെ നിർബന്ധമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേർഡ് ലിമിറ്റ് എന്തായാലും ശ്രദ്ധിക്കണം. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ കുറയുന്നില്ല എന്നുള്ളൊരു കാര്യം നോക്കുക. അസൈൻമെന്റ് മൊത്തം എഴുതി കഴിഞ്ഞ ശേഷം ഒന്ന് മൊത്തത്തിൽ വായിച്ചു നോക്കുക. ശരിയാണ്, എല്ലാവർക്കും അടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ആഴ്ചകൾ എടുത്ത് എഴുതിയ ഒരു അസൈൻമെന്റ് പിന്നെയും ഒന്നുകൂടെ മൊത്തമായിട്ട് വായിച്ചു നോക്കുക എന്നുള്ളത്. പക്ഷെ ആ വായനയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും അത് ക്ലിയർ ചെയ്ത് ആ അസൈൻമെന്റ് 100% തന്നെ സ്റ്റഡി സെന്ററിൽ ഏൽപ്പിക്കാനും സാധിക്കുന്നതായിരിക്കും. സപ്പോസ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട്, നിങ്ങൾ പ്രൂഫ് റീഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ റിവ്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ മിസ്റ്റേക്കോട് കൂടി തന്നെ ഒരുപക്ഷെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടതായിരിക്കാം തെറ്റിപ്പോയിട്ടുണ്ടാവുക.
പക്ഷെ അത് തെറ്റിക്കഴിഞ്ഞാലും അത് നിങ്ങളുടെ മാർക്കിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഒന്ന് പ്രൂഫ് റീഡ് ചെയ്യേണ്ടതുണ്ട്. ഇത്ര സിമ്പിൾ ആയിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളൊരു അസൈൻമെന്റ് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് മാത്രമല്ല നല്ല മാർക്കും ഇഗ്നോ അസൈൻമെന്റ്സിൽ നേടാവുന്നതാണ്. ഇനി പലർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയമാണ്, എനിക്ക് വ്യത്യസ്ത അസൈൻമെന്റ്സ് എഴുതാനുണ്ട്, എനിക്ക് കിട്ടുന്നത് ചിലപ്പം 2 മാസമായിരിക്കും അല്ലെങ്കിൽ 3 മാസമായിരിക്കും, ഞാൻ എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളത്. നിങ്ങൾക്ക് എത്ര അസൈൻമെന്റ്സ് കിട്ടിയാലും നിങ്ങൾക്ക് അത് എഴുതി തീർക്കാൻ സാധിക്കും ഇവർ തന്നിരിക്കുന്ന സമയത്തിനകത്ത്. അതിനാദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷൻ ഡെഡ് ലൈൻ എന്നാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ജൂലൈ സൈക്കിളിലേത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ ആദ്യം വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 30 ആണ് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതിനായിട്ട്. ജനുവരി സൈക്കിൾ നോക്കുകയാണെങ്കിൽ മാർച്ച് 30 ആണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിനായിട്ട് വരുന്ന ആദ്യത്തെ ഡേറ്റ്. ഈ ആദ്യത്തെ ഡേറ്റ് എന്ന് പറയാൻ കാരണം പലപ്പോഴും അത് എക്സ്റ്റെൻഡ് ആവാറുണ്ട്. പക്ഷെ അത് എക്സ്റ്റെൻഡ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും നിങ്ങൾ അവെയർ ആയിട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. കൃത്യമായിട്ട് ഇഗ്നോ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന അപ്ഡേറ്റ് ഒന്നും തന്നെ നിങ്ങൾക്ക് മിസ്സാവുകയില്ല. ഇനി ഇഗ്നോ വെബ്സൈറ്റിലേക്കും പോകേണ്ടതില്ല, നിങ്ങൾക്ക് ലേൺവൈസ് ഉണ്ട്. ലേൺവൈസിന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലായാലും വാട്സ്ആപ്പ് ചാനലിലായാലും യൂട്യൂബ് ചാനലിലായാലും നിങ്ങൾക്ക് ഇഗ്നോന്റെ ഓരോ അപ്ഡേറ്റും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കോണ്ടന്റും എല്ലാം നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും അറിയാനും സാധിക്കും. ഇനി സംശയമുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാനുള്ള ചാറ്റിന്റെ നമ്പർ വരെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കാണാൻ സാധിക്കും. അതുകൊണ്ട് അപ്ഡേറ്റ്സ് മിസ്സാവുന്നുള്ള കാര്യം പേടിക്കേണ്ട. എത്രയും പെട്ടെന്ന് ലേൺവൈസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളുടെ കമ്മ്യൂണിറ്റി വാട്സാപ്പിലും കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റും മിസ്സാവുന്നില്ല എന്നുള്ളത് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ അങ്ങനെ ആദ്യം തന്നെ നമ്മളുടെ ഡെഡ് ലൈൻ കണ്ടെത്തുന്നു. അത് സെപ്റ്റംബർ 30 ആയിക്കൊള്ളട്ടെ, മാർച്ച് 30 ആയിക്കൊള്ളട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് എഴുതാനുള്ള അസൈൻമെന്റ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ഇപ്പൊ 3 അസൈൻമെന്റ്സ് ആണ് എഴുതാനുള്ളതെങ്കിൽ ജനുവരി ജോയിൻ ചെയ്ത ഒരു ലേണറെ സംബന്ധിച്ച് ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസമുണ്ട്. അതായത് ഏകദേശം 1 മാസം ഒരു അസൈൻമെന്റിന് കൊടുത്താൽ പോലും നിങ്ങൾക്ക് വളരെ സാവധാനത്തിൽ, വളരെ സമാധാനത്തിൽ നിങ്ങൾക്ക് 3 അസൈൻമെന്റ്സും മാർച്ച് 30 ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കുള്ള ടോട്ടൽ അസൈൻമെന്റ്സും നിങ്ങൾക്ക് എത്ര വീക്ക് ഉണ്ട് അല്ലെങ്കിൽ എത്ര മന്ത് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു സ്കെഡ്യൂൾ തയ്യാറാക്കുക. ആ സ്കെഡ്യൂൾ അനുസരിച്ച് ഓരോരോ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തു പോവുക. 3ഉം കൂടെ ഒരുമിച്ച് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് 2 ആഴ്ചയ്ക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്തത് തുടങ്ങുക, എന്നിട്ട് അടുത്തത് എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ സ്കെഡ്യൂളിനനുസരിച്ച് തന്നെ പറഞ്ഞിരിക്കുന്ന ഡെഡ് ലൈനിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഓരോ കോഴ്സിലേക്ക് ആവശ്യമായിട്ടുള്ള അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഓരോ സെമസ്റ്റർ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഇയർലി കോഴ്സ് ആണെങ്കിൽ ഇയർ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ സെമസ്റ്റർ തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ലഭിക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ കോഴ്സുകൾക്കും ലഭിക്കും. ആ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആവുന്ന മൊമെന്റ് തൊട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റ്സിനായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇഗ്നോ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് ജസ്റ്റ് ഗൂഗിളിൽ കയറി ഇഗ്നോ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന webservices.igno.ac.in എന്നുള്ള ലിങ്കിലാണ് കയറേണ്ടത്. അവിടെ മാസ്റ്റേഴ്സ് ആണ് കോഴ്സെങ്കിൽ മാസ്റ്റേഴ്സ് ഓപ്റ്റ് ചെയ്യുക, ബാച്ചിലേഴ്സ് ആണ് ബാച്ചിലേഴ്സ് ഓപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കോഴ്സ് അതിൽ കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കോഴ്സ് ഹിസ്റ്ററി ആണെങ്കിൽ സെലക്ട് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ ഇയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി അത് ഏത് സെഷനിലേക്ക് വാലിഡ് ആണെന്നുള്ളതും കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്.
സോ അത് നോക്കി വേണം നിങ്ങൾ അസൈൻമെൻറ്റ് സെലക്ട് ചെയ്യാനും അതിലെ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നിങ്ങളുടെ അസൈൻമെൻറ്റ് തയ്യാറാക്കാനും. അപ്പൊ ഈ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള ടാസ്കുകൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഗോൾസ് ആയിട്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഓരോരോ ചെറിയ ചെറിയ ഗോൾ സെറ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണെങ്കിൽ വലിയൊരു എഫേർട്ട് എടുത്തതായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും തോന്നുകയുമില്ല. നിങ്ങൾ വിചാരിച്ച സമയത്തിനുള്ള അസൈൻമെന്റ് തീരുകയും ചെയ്യും. അതായത് വീക്ക് 1 നിങ്ങൾ നോട്ട് മേക്കിംഗ് ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ വീക്ക് 2 വരുമ്പം നിങ്ങൾ ആദ്യം 4 ചോദ്യങ്ങൾ ആൻസർ ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ പ്ലാൻ ചെയ്യുന്നത്. ഇനി വീക്ക് 3 വരുമ്പോൾ 4 തൊട്ട് 10 വരെയുള്ള ചോദ്യങ്ങളായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ആൻസർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്കെഡ്യൂൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു മാസത്തിലെ ഒരു അസൈൻമെന്റിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ 4 ആയിട്ടോ 5 ആയിട്ടോ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വളരെ പെട്ടെന്ന് അനായാസം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ലേൺവൈസിലെ ലേണേഴ്സ് എല്ലാം തന്നെ ഒരേ സമയം അക്കാഡമിക്സും അതുപോലെ തന്നെ മറ്റ് പ്രൊഫഷനും അല്ലെങ്കിൽ മറ്റ് തിരക്കുകളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് നിർബന്ധമായും മൾട്ടി ടാസ്ക് ചെയ്യേണ്ടി വരും. ഒരേ സമയം മൾട്ടിപ്പിൾ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സമയമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വീക്കെൻഡ്സ്, ശനി ഞായർ തുടങ്ങിയ ദിവസങ്ങളൊക്കെ തന്നെ അസൈൻമെന്റ്സിലേക്ക് കുറച്ചുകൂടെ അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് കുറച്ചുകൂടെ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീക്കിൽ പെൻഡിങ് ആയി പോയിട്ടുള്ള എന്തെങ്കിലും ടാസ്കുകൾ ഉണ്ടെങ്കിൽ ശനി ഞായറുമായിട്ട് ഒരുപാട് സമയം നിങ്ങൾക്ക് അസൈൻമെന്റിലേക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആവുമ്പോൾ ബാക്കി ദിവസങ്ങളിൽ നിങ്ങൾ സപ്പോസ് അസൈൻമെന്റ് കൊടുക്കാൻ വിചാരിച്ച സമയം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ശനി ഞായറും വെച്ച് നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ മാർക്ക് അനുസരിച്ച് മാത്രം ടൈം അലോട്ട് ചെയ്യുക. ഇപ്പൊ 5 മാർക്കിന്റെ ചോദ്യത്തിന് നമുക്ക് ഒരു നിശ്ചിത സമയത്തിന് മുകളിൽ കൊടുക്കേണ്ടതില്ല. കാരണം അവിടെ അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 15 മാർക്കിന്റെ 20 മാർക്കിന്റെയും ചോദ്യങ്ങൾ അതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മാർക്കിനനുസരിച്ചുള്ള ഒരു ടൈം അലൊക്കേഷൻ മാത്രം കൊടുക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കോഴ്സ് ചെയ്യുന്നതിനിടയിലൂടെ തന്നെയാണ് അസൈൻമെന്റ്സും കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടി ടാസ്കിങ് ഇഗ്നുവിൽ തന്നെ അപ്ലിക്കബിൾ ആണ്. അതായത് ഒരേ സമയം നിങ്ങൾ ഇഗ്നുവിലെ ആ കോഴ്സ് ചെയ്യുന്നതിനോടൊപ്പമാണ് ഈ അസൈൻമെന്റും ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ ടൈം മാനേജ്മെന്റ് എന്നുള്ളത് ഇവിടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് തന്നെയാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലാസ്റ്റ് മിനിറ്റ് റഷ് ഒഴിവാക്കാൻ പറ്റുന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എക്സ്റ്റൻഷൻ കിട്ടിയിട്ടില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, ഇനി എക്സ്റ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാലും ആ ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ഡേ നിങ്ങൾ സ്റ്റഡി സെന്ററിലേക്ക് ഓടിപ്പോയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിനേക്കാളും 1, 2 അല്ലെങ്കിൽ 3 ആഴ്ച മുന്നേ തന്നെ അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് സമാധാനത്തിൽ ടേമിന്റെ എക്സാമിനേഷൻ എല്ലാവർക്കും പഠിച്ചു തുടങ്ങാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നുവിലേക്ക് വരുമ്പോൾ, അല്ലെ ഇഗ്നു അസൈൻമെന്റ് സബ്മിഷനിലേക്ക് വരുമ്പോൾ, അല്ലെ അസൈൻമെന്റ് ക്രിയേഷനിലേക്ക് വരുമ്പോൾ വരാൻ സാധ്യതയുള്ള ഒരുപാട് കണ്ടുവരുന്ന ചില മിസ്റ്റേക്സ് ആണ്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തത് ഫോർമാറ്റിംഗ് ഗൈഡ് ലൈൻസ് അവഗണിക്കുക, അല്ലെങ്കിൽ അത് മറന്നു പോവുക, അല്ലെ അത് ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇഗ്നു പറയുന്ന രീതിയിൽ തന്നെ A4-ൽ ഹാൻഡ് റിട്ടൺ ആയിട്ട് ഓട്ടയിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുന്ന, അല്ലെങ്കിൽ സ്റ്റാപ്ലർ അടിച്ച് അല്ലെ സ്റ്റേപ്പിൾ ചെയ്ത് കൊടുക്കുന്ന അസൈൻമെന്റ്സ് മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. പ്രിന്റ് ആണെങ്കിൽ സ്വീകരിക്കില്ല, മറ്റേതെങ്കിലും ടൈപ്പ് പേപ്പർ ആണെങ്കിൽ സ്വീകരിക്കില്ല. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിംഗ് ഗൈഡ് ലൈൻസിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തി കഴിഞ്ഞാലും അവരത് തിരിച്ചയക്കും, വീണ്ടും നമ്മളോടത് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പം ഈ ഗൈഡ് ലൈൻസ് എന്നുള്ളത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യപ്പെടുന്ന ഒന്നാണെന്നും അതനുസരിച്ച് തന്നെ വേണം നമുക്ക് അസൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യാനെന്നുള്ള ഒരു കാര്യം നിങ്ങളും ചിന്തിക്കുക, നിങ്ങളുടെ പരമാവധി സുഹൃത്തുക്കളിലേക്കും അത് ഷെയർ ചെയ്യുക. അടുത്തൊരു കാര്യം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്, മറ്റൊന്നുമല്ല, കൂടുതൽ മാർക്ക് എങ്ങനെ നേടാമെന്നുള്ള ഒരു സെക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു. നല്ല വൃത്തിക്ക് ഓർഡർ ആയിട്ട്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്, വളരെ പ്രസന്റബിൾ ആയിട്ട് നമ്മൾ നമ്മുടെ അസൈൻമെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്തായാലും കൂടിയ മാർക്ക് ലഭിക്കുമെന്നുള്ളത്. സോ അതിന്റെ നേരെ ഓപ്പോസിറ്റും അപ്ലിക്കബിൾ ആണ്. നമ്മൾ അസൈൻമെന്റ് അത്രയും പ്രസന്റബിൾ ആക്കിയിട്ടില്ല, അല്ലെങ്കിൽ വളരെ അൺഓർഗനൈസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ പ്രസന്റേഷൻ എന്ന് പറയാൻ കാര്യമായിട്ട് ഒന്നുമില്ല, ഒരു ബോർഡർ പോലും നമ്മൾ വരയ്ക്കാതെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇത് എഴുതിയാൽ മാത്രം മതി, എഴുതുന്നതിൽ മാത്രമാണ് കാര്യമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി പ്രസന്റബിൾ ആക്കുക എന്നുള്ളതും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിൽ ഒരു പ്രധാന ഘടകമാണ്. സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസിൽ നിന്നും മറ്റു സോഴ്സുകളിൽ നിന്നും വായിച്ച് മനസ്സിലാക്കിയ കാര്യം നമ്മളുടെ വാക്കുകളിൽ എഴുതുക എന്നുള്ളതാണ് അടുത്തൊരു പ്രധാന പോയിന്റ്. നമ്മൾ ഇത് മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. പ്ലേജിയറിസം എന്നുള്ളത് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് മിക്കപ്പോഴും ഇഗ്നു അത് തിരിച്ചറിയുകയും അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ എത്ര എഴുതിയാലും, എത്ര കുറച്ച് എഴുതിയാലും, എത്ര കുറച്ച് കാര്യമേ നിങ്ങൾക്ക് അറിയുകയുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അത് എഴുതുക. അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് മറ്റെവിടെന്നെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് വായിച്ച് മനസ്സിലാക്കി ഇതിനോട് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യുക. അതല്ലാതെ അതേ കാര്യം ഇതിലേക്ക് എടുത്തെഴുതുക എന്നുള്ളത് ഇഗ്നു എപ്പോഴും
പ്രൊഹിബിറ്റ് ചെയ്യുന്ന, സമ്മതിക്കാത്ത ഒരു കാര്യമാണ്. സോ അതും ശ്രദ്ധിക്കുക. അത് പലരും വളരെ സ്ഥിരമായി കാണിച്ചു വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അത് ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. മറ്റൊന്ന്, സബ്മിഷൻ ഡെഡ് ലൈൻ മിസ്സാവുക എന്നുള്ളതാണ്. നമ്മൾ വളരെ മനോഹരമായിട്ട് എല്ലാവിധ ഗൈഡ് ലൈൻസും പാലിച്ചുകൊണ്ട് നമ്മളൊരു അസൈൻമെന്റ് എഴുതി തയ്യാറാക്കി. പക്ഷെ നമ്മളിത് സബ്മിറ്റ് ചെയ്യാൻ മറന്നുപോയി. അതായത് ഒരു ജോലിയുടെ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ വേണ്ട എല്ലാ ഡോക്യുമെന്റ്സും തയ്യാറാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ജോലി കിട്ടുന്ന ഉറപ്പാണ്. പക്ഷെ പോകാൻ മറന്നുപോയി, അല്ലെ ഡേറ്റ് മറന്നുപോയി, ഒരു കാര്യവുമില്ല അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ അസൈൻമെന്റിന്റെ കാര്യവും. എത്ര മനോഹരമാക്കി എല്ലാ ഗൈഡ് ലൈൻസും ഫോളോ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ 100-ൽ 100 കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഡെഡ് ലൈൻ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ മിക്ക സ്റ്റഡി സെന്റേഴ്സും, അല്ലെങ്കിൽ ഒരുവിധം എല്ലാ സ്റ്റഡി സെന്റേഴ്സും പറയാൻ സാധിക്കും, പിന്നെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കില്ല, അല്ലെങ്കിൽ റീജിയണൽ സെന്ററിലേക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കില്ല. ആ ഒരു സാഹചര്യത്തിലും നമുക്ക് പിന്നെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്ത സെമസ്റ്റർ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത ഇയർ തുടങ്ങുമ്പോൾ, അടുത്ത സൈക്കിളിൽ മാത്രമേ പിന്നെ നമുക്ക് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അസൈൻമെന്റ് സബ്മിഷനും ഡെഡ് ലൈൻ ഒന്നും തന്നെ മിസ്സാവുന്നില്ല എന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക. അതിനായിട്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ലേൺവൈസിൽ എല്ലാവിധ അപ്ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും ഡെഡ് ലൈനൊക്കെ മുന്നേ ആയിട്ട് തന്നെ ഇൻഫോം ചെയ്യാറുണ്ട്. പോസ്റ്റേഴ്സ് ത്രൂ ആയിക്കോട്ടെ, വീഡിയോ ത്രൂ ആയിക്കൊള്ളട്ടെ, ഓഡിയോ ത്രൂ ആയിക്കൊള്ളട്ടെ, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വാട്സാപ്പ് ആയിക്കൊള്ളട്ടെ, വെബ്സൈറ്റ് ആയിക്കൊള്ളട്ടെ, എല്ലായിടത്തും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് വരാറുണ്ട്. സോ ലേൺവൈസ് ആരെങ്കിലും ഒക്കെ തന്നെ ഇനി ഫോളോ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ദയവായി ഫോളോ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റും മിസ് ആവുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ പറ്റും. അതല്ലാതെ മറ്റ് കോണ്ടന്റും ഇനി നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസിനെ പറ്റിയും നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ വാട്സാപ്പ് ത്രൂ അതുപോലെ തന്നെ കോൾ ത്രൂ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതുമാണ്. അത്ര കോമൺ അല്ലെങ്കിൽ പോലും സംഭവിക്കുന്ന മറ്റൊന്നാണ് സ്റ്റഡി സെന്റർ. ഇപ്പൊ സ്ഥലം മാറിപ്പോകുന്ന ഇഗ്നോ ലേണേഴ്സ് ഉണ്ടാവാം. എന്റെ സ്റ്റഡി സെന്റർ ഞാൻ കൊടുത്തിരിക്കുന്നത് JDT ആണെങ്കിൽ ഒരുപക്ഷെ ഞാൻ കണ്ണൂർ വർക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെ കണ്ണൂരാണ് ഞാൻ താമസിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അവിടുത്തെ SN കോളേജിലാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത്. ആ ഒരു ഓർമ്മ ഞാൻ എന്ത് ചെയ്യും, എന്റെ അസൈൻമെന്റ് ഒരുപക്ഷെ SN കോളേജിൽ അയച്ചെന്ന് വരും. അവർ അക്സെപ്റ്റ് ചെയ്യോ? ഒരിക്കലും ഇല്ല. എന്റെ സ്റ്റഡി സെന്റർ തന്നെയാണ് എനിക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ സ്റ്റഡി സെന്ററിലേക്ക് തന്നെയാണ് നിങ്ങളുടെ അസൈൻമെന്റ് പോകുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. കാരണം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരാഴ്ച മുന്നേക്കാണ് നിങ്ങൾ അയക്കുന്നതെങ്കിൽ ഇത് അയച്ച് ഇത് തിരിച്ചു വരാൻ എടുക്കുന്ന ഒരു സമയമുണ്ട്. അത് തിരിച്ചു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു അസൈൻമെന്റ് എഴുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്റ്റഡി സെന്ററിൽ കൊടുക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ സ്റ്റഡി സെന്റർ മാറിപ്പോയി നമ്മൾ ഓർക്കുക. കാരണം ആദ്യമേ നമുക്ക് ഓർമ്മയുണ്ട് എന്തായാലും അത് മാറത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എഴുതി അയക്കുകയാണെങ്കിൽ അയക്കുന്നതല്ല യൂഷ്വൽ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റഡി സെന്ററിൽ ഇത് കൊണ്ടു കൊടുക്കണമെന്നാണ്. പക്ഷെ ചില സർക്കംസ്റ്റാൻസുകളിൽ സ്റ്റഡി സെന്റേഴ്സ് അയച്ചു കൊടുത്താൽ മതി എന്ന് പറയാറുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അയച്ചു കൊടുക്കുമ്പോൾ അഡ്രസ് എല്ലാം വളരെ പ്രോപ്പർ ആണെന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ ഒരുപക്ഷെ അസൈൻമെന്റ് തിരിച്ചു വരാനും പിന്നീട് രണ്ടാമത് നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടും വരുന്നൊരു സാഹചര്യം വരാറുണ്ട്. അങ്ങനെ ഉണ്ടാവുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കുക. ഇനി സ്വന്തമായിട്ട് കോപ്പി എടുത്തു വെക്കാത്തവരുണ്ട്. ഞാൻ അതിന് ഓൾറെഡി പറഞ്ഞു, അക്കാഡമിക് വാല്യൂ മാത്രമല്ല അതിനോടൊരു ഇമോഷണൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ അതിനൊരു ലെറ്റ്സ് ഒരു ഇമോഷണൽ വാല്യൂ ഉണ്ടെന്ന് പറയാം. നിങ്ങളുടെ അധ്വാനത്തിന്റെ, നിങ്ങൾ എടുത്തിരിക്കുന്ന എഫേർട്ടിന്റെ ആർക്കും എളുപ്പമല്ല. അസൈൻമെന്റ് എഴുതുക എന്നുള്ളത് പറയുമ്പം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത്രയും എളുപ്പത്തിൽ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്സിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോ നിങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ ഒരു കോപ്പി എടുത്ത് വെക്കുക എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഭാവിയിലേക്കുള്ള ഒരു മൊമെന്റോ ആയിട്ടും, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ നിങ്ങൾ ഭാവിയിൽ ഫേസ് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രൂഫ് ആയിട്ടും ഈ ഒരു ഡോക്യുമെന്റ് എന്തായാലും എടുത്തു വെക്കുക. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡോക്യുമെന്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് വെച്ച് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ ബെനഫിറ്റ്സ് ഉണ്ട് നിങ്ങൾ ഒരു കോപ്പി എടുത്തു വെക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഒരു കോപ്പി നിങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. അങ്ങനെ മനോഹരമായി തയ്യാറാക്കിയിട്ടുള്ള മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടെ അസൈൻമെന്റ് എവിടെ എപ്പോൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. എപ്പോൾ എന്നുള്ളത് ഞാൻ പറഞ്ഞു, പൊതുവെ ജാനുവരി സൈക്കിളിൽ മാർച്ച് 30 ആദ്യ ഡേറ്റ് വരാറ്. എക്സ്റ്റൻഷൻ വന്നാൽ പോലും ഒരു മാസം അല്ലെങ്കിൽ 15 ദിവസമൊക്കെ ആയിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുക. പക്ഷേ എക്സ്റ്റൻഷൻ ഒന്നും തന്നെ നിൽക്കാതെ എത്ര നേരത്തെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ അത്ര നേരത്തെ വളരെ കൃത്യമായി തയ്യാറാക്കിയ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിനാണ് എന്തുകൊണ്ടും നല്ലത്. എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? അതാത് സ്റ്റഡി സെന്റേഴ്സിലാണ് ഈ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഈ ഒരു അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിപ്പം 3 ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 അസൈൻമെന്റ് ഉണ്ടെങ്കിൽ 3ഉം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. സെപ്പറേറ്റ് ആക്കുന്ന വെച്ചാൽ 3 വട്ടം പോകണമെന്നല്ല ഞാൻ പറയുന്നത്, 3ഉം സെപ്പറേറ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ കെട്ടിയിട്ടുണ്ടാവണം. കറക്റ്റ് പേജ് നമ്പർ ആണ് കൊടുത്തത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കറക്റ്റ് ഉത്തരങ്ങളാണ് എഴുതിയിട്ടുള്ളത്, കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ആണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ
വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് റിവ്യൂ ചെയ്ത ശേഷം വേണം അതാത് സ്റ്റഡി സെന്റേഴ്സിൽ സെപ്പറേറ്റ് ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്യാൻ. അതുപോലെ അസൈൻമെന്റ് എഴുതി അതേപോലെ കൊടുക്കുകയല്ല വേണ്ടത്, അതിന്റെ ഫ്രണ്ടിൽ വെക്കാനുള്ള കവർ പേജ് എഴുതി ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ ഏത് കോഴ്സിന്റെ അസൈൻമെന്റ് ആണ്, ആരുടെ അസൈൻമെന്റ് ആണെന്ന് പോലും ചിലപ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കവർ പേജ് മറക്കാതിരിക്കുക, കവർ പേജ് വെക്കുക. പോരാത്തതിന് നിങ്ങൾ ഈ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് സ്റ്റഡി സെന്ററിലായാലും ലേണർ സപ്പോർട്ട് സെന്ററിലായാലും പോകുന്ന സമയത്ത് നിങ്ങളുടെ ഇഗ്നു ID കാർഡ് കൂടെ കയ്യിലെടുക്കുക. ഈ ID കാർഡ് കാണിച്ച ശേഷം വേണം നിങ്ങൾ ഈ അസൈൻമെന്റ് അവിടെ സബ്മിറ്റ് ചെയ്യാൻ. പിന്നെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു സബ്മിഷൻ ഫോം ഫില്ല് ചെയ്യാൻ തരും. ഈ ഫില്ല് ചെയ്യുന്ന സബ്മിഷൻ ഫോം ആണ് നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ പ്രൂഫ്. അപ്പൊ ആ സബ്മിഷൻ ഫോം അവിടുന്ന് സീൽ വെച്ചോ സൈൻ വെച്ചോ നിങ്ങൾ വാങ്ങുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. ആ അക്നോളജ്മെന്റ് സ്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അസൈൻമെന്റ് നിങ്ങൾ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്തതാണെന്ന് നമുക്ക് അത്രയും അധികാരത്തോടെ പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞോ? ഇല്ല. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ല, അസൈൻമെന്റിന്റെ സ്കോർ അപ്ഡേറ്റ് ആയോ നോക്കണം. അസൈൻമെന്റ് സ്കോർ റീജിയണൽ സെന്ററിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ തന്നെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സോ അതിന് ട്രാക്ക് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അസൈൻമെന്റ് സബ്മിഷന്റെ സ്റ്റാറ്റസ് അറിയുന്നതിനായിട്ട് ഈ കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതിയാവും. അസൈൻമെന്റ് ഇവിടുന്ന് പോയിട്ടുണ്ടോ, സ്റ്റഡി സെന്ററിൽ റിസീവ് ആയിട്ടുണ്ടോ, ഇനി അവിടുന്ന് ഫോർവേഡ് ആയിട്ടുണ്ടോ, അതിന്റെ സ്കോർ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഗ്രേഡ് കാർഡ് നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത് അയച്ച ഉടനെ അല്ല, അയച്ചിട്ട് ഒരു 3-4 ആഴ്ചയ്ക്കുള്ളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാറ്റസ് മാറി വരുന്നത് കാണാൻ സാധിക്കും. ഒരു 8 ആഴ്ച അല്ലെങ്കിൽ ഒരു 10 ആഴ്ചയ്ക്കുള്ളിലൊക്കെ തന്നെ മിക്കപ്പോഴും അതിന്റെ സ്കോറും ഗ്രേഡ് കാർഡിൽ അപ്ഡേറ്റ് ആവാറുണ്ട്. അങ്ങനെ സ്കോർ ഗ്രേഡ് കാർഡിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആണ്. ആ ഒരു അസൈൻമെന്റിന്റെ പരിപാടി അല്ലെങ്കിൽ കാര്യങ്ങൾ അവിടെ എൻഡായി. ഇനി അടുത്ത സെമ്മിലേക്കുള്ള അല്ലെങ്കിൽ അടുത്ത ഇയറിലേക്കുള്ള അസൈൻമെന്റ്സ് നോക്കിയാൽ മതിയാവും. ഇനി അഥവാ ഗ്രേഡ് കാർഡിൽ അത് അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സബ്മിഷൻ സ്ലിപ്പുമായിട്ട് നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിൽ പോയിട്ട് അന്വേഷിക്കാവുന്നതാണ്. അങ്ങനത്തെ സാഹചര്യം വരാനുള്ള സാധ്യത വളരെ വളരെ മിനിമൽ ആണ്. പക്ഷെ എന്നിരുന്നാലും ഈ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഇഗ്നോന്റെ ഭാഗത്തുനിന്ന് വന്നാൽ പോലും നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത് ട്രാക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സെമസ്റ്ററിന്റെ റിസൾട്ട് അല്ലെ ഇയറിന്റെ റിസൾട്ട് വരാൻ കുറച്ച് വൈകാനുള്ള സാധ്യത ഉണ്ട്. സോ ട്രാക്ക് ചെയ്യുക, ട്രാക്ക് ചെയ്തിട്ട് ഈ ഒരു റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റിന്റെ സ്കോർ ഗ്രേഡ് കാർഡിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യവും ഉറപ്പുവരുത്തുക. ഇഗ്നു ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു അസൈൻമെന്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവാലുവേഷൻ ഷീറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ID കാർഡിൻ്റെ ഒരു കോപ്പി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മറ്റ് പല സ്റ്റഡി സെൻറ്റേഴ്സും കവർ പേജും നിർബന്ധമായി ആഡ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ അതാത് സ്റ്റഡി സെൻറ്റേഴ്സിൽ ചോദിച്ചുറപ്പിച്ച ശേഷം ഏതൊക്കെ പേജസ് ഏതൊക്കെ രീതിയിലാണല്ലേ ഏതൊക്കെ ഓർഡറിലാണ് അടുക്കേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ അതേപോലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി ഫൈനൽ ടിപ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഫൈനൽ ടിപ്സ് ഒന്ന്, പ്രധാനമായിട്ടും റിവ്യൂ ചെയ്യുക, ഡബിൾ ചെക്ക് ചെയ്യുക, എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്നുള്ളത് സബ്മിഷന് മുന്നേ തന്നെ ഉറപ്പുവരുത്തുക. സോ ദാറ്റ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടുന്ന് കറക്റ്റ് ചെയ്തിട്ട് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതിയാവും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മിസ്റ്റേക്സിൽ നമുക്കൊന്നും ചെയ്യാൻ ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ നമ്പർ ആയാലും ശരി, പേജിൻ നമ്പർ ആയാലും ശരി. രണ്ടാമത്തേന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ, ടേം ആൻഡ് എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കോണ്ടന്റ് ആണ് നിങ്ങളുടെ SLM വായിച്ച് നിങ്ങൾ തയ്യാറാക്കുന്ന നോട്ട്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അസൈൻമെന്റ് തയ്യാറാക്കുന്ന അതേ കോണ്ടന്റ് തന്നെ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിനേഷനും ഉതകുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇഗ്നുവിൽ വരുന്ന എല്ലാ അപ്ഡേറ്റ്സും അറിയുന്നതിനായിട്ട് ലേൺവൈസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഇഗ്നു അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായിട്ട് ലേൺവൈസ് ചാനൽ പരമാവധി ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആവശ്യമായുള്ള എല്ലാവിധ സപ്പോർട്ടുമായിട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടായിക്കൊള്ളട്ടെ, അതല്ലാതെ അസൈൻമെന്റ് എഴുതുന്നതിലുള്ള ബുദ്ധിമുട്ടായിക്കൊള്ളട്ടെ, നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ലേൺവൈസിന്റെ ഒരു കംപ്ലീറ്റ് ടീം തന്നെ അവൈലബിൾ ആണ്. സോ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്റ്റഡി സെന്റേഴ്സിലും നിങ്ങളുടെ ഒരു കൗൺസിലർ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ മറ്റു കോഴ്സുകൾ ചെയ്യുന്നവരുമായിട്ടൊക്കെ തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യുക. അങ്ങനെ ആവുമ്പം ഒരുവിധം ഡൗട്ട്സും ഒരുവിധം നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ലേൺവൈസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനും മനസ്സിലാക്കാനും അതനുസരിച്ച് അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അടുത്തത്, ഈ ഒരു അസൈൻമെന്റിനെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുക എന്നുള്ളതാണ്. ഇത് എത്ര ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഇഷ്ടത്തോടെ ചെയ്യുന്നതാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരുപാട് എഫേർട്ട് എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നില്ല, കഷ്ടപ്പെട്ട് ചെയ്യുന്നതായിട്ട് തോന്നില്ല. ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ മാത്രം. അപ്പൊ അതുകൊണ്ട് അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ട് നമ്മളുടെ നല്ലതിനാണ്, അതുപോലെ നമുക്കുള്ളൊരു
ഭാവിയിലേക്ക് കാണിക്കാനുള്ള ഒരു ടോക്കൺ ആണ് ഇത് എന്നുള്ള രീതിയിലെല്ലാം തന്നെ മനസ്സിലാക്കി വളരെ ആസ്വദിച്ച് തയ്യാറാക്കേണ്ടുന്ന ഒന്നാണ് അസൈൻമെന്റ്. ആ രീതിയിൽ തന്നെ അസൈൻമെന്റിനെ അപ്രോച്ച് ചെയ്യുക. സോ ഇഗ്നോ അസൈൻമെന്റ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏത് രീതിയിലാണ് അസൈൻമെന്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എവിടുന്ന് തുടങ്ങണം, സബ്മിഷൻ എങ്ങനെയാണ്, സബ്മിഷൻ കഴിഞ്ഞിട്ട് നമുക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ നിർബന്ധമായും സ്റ്റഡി സെന്ററിൽ നിന്ന് വാങ്ങിയിരിക്കേണ്ട കാര്യങ്ങൾ അല്ലെ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള സകല കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തുടങ്ങാം. ലേൺവൈസ് കൂടെ തന്നെയുണ്ട്. ലേൺവൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകളിൽ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ നൽകി വരുന്ന 22ഓളം വരുന്ന കോഴ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട്, അതിപ്പോ അസൈൻമെന്റ് അസിസ്റ്റൻസ് ആയിക്കൊള്ളട്ടെ, മറ്റ് ടേം ആൻഡ് എക്സാമിനേഷനിലേക്ക് വരുമ്പോഴാണെങ്കിലും നിങ്ങളുടെ ഓരോ കോഴ്സിനനുസരിച്ചുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും മറ്റനേകം ഫീച്ചേഴ്സും മെന്റർഷിപ്പ് അടക്കം നിങ്ങൾക്ക് ലേൺവൈസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിന്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കുന്നതിനായിട്ട് ലേൺവൈസിലെ ലേണേഴ്സ് ചെയ്തിട്ടുള്ള അല്ലെ അവരുടെ എക്സ്പീരിയൻസ് പറയുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. സോ പോയി കാണുക. നിങ്ങൾക്ക് ആ വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ കോഴ്സിനെ പറ്റിയോ തോന്നുന്ന സംശയങ്ങൾക്കെല്ലാം തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ലേൺവൈസിന്റെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സോ വേറൊരു കാര്യം പറയാനുള്ളത്, ലേൺവൈസിന്റെ എല്ലാ ലേണേഴ്സിനും ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന ലേൺവൈസ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട്. സോ കൂടുതൽ വിവരങ്ങൾക്കായി ഒരിക്കൽ കൂടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പം എല്ലാവർക്കും അസൈൻമെന്റ് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. ബൈ. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.